എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഇന്ന് വൈകുന്നേരം അവസാനിക്കും. ഹയർ സെക്കൻഡറിയിൽ വൈകുന്നേരം 5 മണി വരെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ വൈകുന്നേരം 4 മണി വരെയുമാണ് അഡ്മിഷൻ ലഭിക്കുക. വിദ്യാർത്ഥികൾ ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ലേറ്റായി പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ബസ്സൊക്കെ കിട്ടാതെ വന്നേക്കാം. കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ചില വിദ്യാർത്ഥികൾക്ക് ബസ് കിട്ടാതെ ആ ഒരു സ്കൂളിലെത്താൻ ലേറ്റായി, അതുകൊണ്ട് അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ മിനിമം ടെമ്പററി അഡ്മിഷനെങ്കിലും നേടാനായിട്ട് ശ്രദ്ധിക്കുക. ടെമ്പററി അഡ്മിഷനെങ്കിലും നേടിയിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ യാതൊരുവിധ കാരണവശാലും പങ്കെടുക്കാനായിട്ടും സാധിക്കുന്നതായിരിക്കില്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റായിട്ട് ലഭിച്ചിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷനും രണ്ടാമത്തെ ഓപ്ഷനും അതിന് താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനാണ് അലോട്ട്മെൻറ്റായിട്ട് ലഭിച്ചിട്ടുള്ളതെങ്കിൽ ടെമ്പററി അഡ്മിഷനുമാണ് നേടേണ്ടത്. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിലവിൽ പ്രത്യേകിച്ച് നോ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നത്, അതായത് ഇവിടെ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ട് നോ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്ത സ്കൂളിൽ ജസ്റ്റ് വിളിച്ച് നിങ്ങൾ അവിടെ ടെമ്പററി അഡ്മിഷനിൽ തന്നെ തുടരാനാണ് താല്പര്യമെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് അറിയിക്കേണ്ടതാണ്. കാരണം അഥവാ സ്കൂളിൻ്റെ പക്ഷത്തിൽ നിന്ന് അറിയാതെങ്കിലും നിങ്ങൾ നോൺ ജോയിനിങ് എന്ന് രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് ലഭിച്ച അഡ്മിഷൻ നഷ്ടപ്പെടാൻ ഇടയാക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ മറ്റൊരു ഓപ്ഷൻ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഒരു സ്കൂളിൽ കിട്ടി, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചത് ഏത് സ്കൂളിലേക്കാണോ ആ ഒരു സ്കൂളിൽ നിന്നും നിങ്ങൾ നിലവിലെ സ്കൂളിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പുതുതായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ പോയിട്ട് നിർബന്ധമായിട്ടും ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടേണ്ടതാണ്. നിങ്ങൾ ടെമ്പററി ആയിട്ടെങ്കിലും അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും ഇതിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അലോട്ട്മെൻറ്റ് ലഭിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഇതിൽ എവിടെയെങ്കിലും ജോയിൻ ചെയ്യുക. അതുപോലെ ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് ലഭിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ രണ്ടിടത്തും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളത് അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അത് നിങ്ങൾ ജസ്റ്റ് പെട്ടെന്ന് ആലോചിച്ച് എവിടെയാണ് അഡ്മിഷൻ വേണ്ടത് അവിടെ എടുക്കുക. കാരണം ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും രണ്ടിലും കിട്ടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അടുത്തത് ക്യാൻസൽ ചെയ്യപ്പെടും. ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും അലോട്ട്മെൻറ്റ് കിട്ടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറിയിലേത് ക്യാൻസൽ ആവുകയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഹയർ സെക്കൻഡറിയിലേത് ക്യാൻസൽ ആവും. ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ എടുത്താൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേത് ക്യാൻസൽ ആവും. അതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെയാണ് കമ്മ്യൂണിറ്റി കോട്ടയും വരുന്നത്. അപ്പോൾ ഹയർ സെക്കൻഡറിയിലും മെറിറ്റിലും അതുപോലെ കമ്മ്യൂണിറ്റി കോട്ടയിലും അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങൾ എവിടെയാണ് അഡ്മിഷൻ എടുക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. കാരണം കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളും കോഴ്സുമാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിൽ ഇഷ്ടമില്ലാത്തൊരു കോഴ്സാണ് കിട്ടുന്നതെങ്കിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ട്രാൻസ്ഫറോ മറ്റോ ഉണ്ടായിരിക്കുന്നതല്ല. കോഴ്സ് മാറുന്നതിന് മാത്രമാണ് സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ അവസരം ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ടെമ്പററി അഡ്മിഷനെങ്കിലും നേടാനായിട്ട് ശ്രദ്ധിക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടമാകുന്നതായിരിക്കും. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കുകയും അതിനുശേഷം പിന്നീട് വിദ്യാർത്ഥികൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.